നമസ്കാരം. നമസ്കാരം. മലബാർ മീഡിയ ന്യൂസിൻ്റെ സ്ഥാനാർത്ഥിയും 10 ചോദ്യങ്ങളും എന്ന പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിക്ക് സ്വാഗതം. താങ്കളുടെ പേര് പറഞ്ഞു തന്നെ ഒന്ന് പരിചയപ്പെടുത്താവോ? ആയിക്കോട്ടെ. എൻ്റെ പേര് ബി സുരേഷാണ്. സ്ഥലം റാണിപുരത്തിനടുത്താണ്, പന്തിക്കാൽ ആണ് സ്ഥലം. ഞാൻ പാണത്തൂർ ഡിവിഷനിൽ നിന്നുമാണ് പരപ്പ ബ്ലോക്കിലേക്ക് ജനവിധി തേടുന്നത്. വിവിധങ്ങളായ പരിപാടികൾ നിങ്ങളുടെ മനസ്സിൽ പ്ലാനിങ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ മുന്നോട്ട് താങ്കളൊരു മെമ്പറായിട്ട് അധികാരത്തിൽ വന്നാൽ താങ്കളുടെ പ്രദേശത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഒരുപാട് പരിപാടികൾ പനത്തടിക്കകത്തുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കുടുംബശ്രീ അത്തരത്തിലുള്ള സംവിധാനങ്ങളെ ഉൾപ്പെടെ യോജിപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുവാനും അതോടൊപ്പം തന്നെ കുടുംബശ്രീ പോലെയുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു പല പരിപാടികളും ഇതിന് ആസൂത്രണം ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ആസൂത്രണം ചെയ്യാൻ വേണ്ടി പരപ്പ ബ്ലോക്കിൻ്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. താങ്കളുടെ വാർഡിൻ്റെ അല്ലെങ്കിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യപ്പെടാൻ പോകുന്ന ആ പ്രദേശത്തെക്കുറിച്ചൊന്നും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും ഒന്ന് വിവരിക്കാമോ? എനിക്ക് ഡിവിഷനാണ് വരുന്നത്. പനത്തടി ഗ്രാമപഞ്ചായത്ത് 2 ഡിവിഷനാണ് പരപ്പ ബ്ലോക്കിനകത്തുള്ളത്. അതിൽ 1 മുതൽ 9 വരെ പനത്തടി ഡിവിഷനും 10 മുതൽ 17 വരെ പാണത്തൂർ ഡിവിഷനുമാണ്. ആ ഡിവിഷനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ജനവിധി തേടുന്നത്. പൊതുവെ പാണത്തൂർ ഡിവിഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാട്ടിനകത്ത് ഇപ്പോൾ വികസനം ആണ് പ്രധാന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം. അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയുള്ളത് റാണിപുരം, കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം ടൂറിസം മേഖലയാണ് പ്രാധാന്യത്തോടെ ഈ തിരഞ്ഞെടുപ്പ് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. DTPC അതിനെ ഏറ്റവും ഗവൺമെൻറ്റിൻ്റെ ഏതെല്ലാം ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും എന്നതിനെ സംബന്ധിച്ച് ആണ് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത്. അതോടൊപ്പം തന്നെ നാട്ടിനകത്ത് കുടിവെള്ളം, റോഡ് തുടങ്ങിയവ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം മുൻഗണന നൽകിക്കൊണ്ട് ജനങ്ങളുമായി സമ്പാദിക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ ബാലസംഘത്തിലൂടെയാണ് കടന്നു വന്നത്. ബാലസംഘത്തിലൂടെ കടന്നു വന്ന് GHSS ബളാന്തോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SFIയുടെ ഭാരവാഹിയായി, SFI ഏരിയ സെക്രട്ടറി, SFIയുടെ ജില്ലാ ഉപഭാരവാഹി എന്ന നിലകളിൽ പ്രവർത്തിച്ചു. DYFIയുടെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു. പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. കർഷക സംഘത്തിൻ്റെ വില്ലേജ് പ്രസിഡൻ്റാണ്. ഏരിയ കമ്മിറ്റി മെമ്പറാണ്. ഇങ്ങനെ പാർട്ടിയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നൽകിയിട്ടുള്ള സ്ഥാനാർത്ഥിത്വം ആണ് അത്. അതേപടിയിൽ കാണുകയും അത് പാർട്ടി നൽകിയിട്ടുള്ള വലിയൊരു കാര്യമായി കാണുകയും ചെയ്യുന്നു. ഓക്കെ, ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു. താങ്കൾക്ക് വോട്ട് ചെയ്യാനുള്ള വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? അഴിമതിയില്ലാത്ത ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ജനക്ഷേമപരമായിട്ടുള്ള ഒരുപാട് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഉദാഹരണം. അത് താഴെത്തട്ടിൽ പഞ്ചായത്ത് തലങ്ങളിലും ബ്ലോക്ക് തലങ്ങളിലും ജില്ലാ തലങ്ങളിലും എത്തുന്ന സമയത്ത് ജനങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന നിലയിലേക്ക് സേവനങ്ങൾ ഏറ്റവും പെട്ടെന്ന് ലഭ്യമാവുന്ന നിലയിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കഴിയണം. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ഭാഗത്തു നിന്നുള്ള മുൻകരുതലെടുത്തുകൊണ്ട് അവർക്ക് നൽകുവാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാൻ മുമ്പിൽ ഉണ്ടാകും എന്നാണ് ജനങ്ങൾക്ക് നൽകാനുള്ള ഒരു വാക്ക്. താങ്ക് യു സ്ഥാനാർത്ഥി. ബഹുമാനപ്പെട്ട സുരേഷ് എന്ന് പറയുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി മലബാർ മീഡിയ ന്യൂസിനോടൊപ്പം ഇത്രയും നേരം സംവദിച്ചതിനും അതുപോലെ തന്നെ താങ്കൾക്ക് എല്ലാവിധ വിജയാശംസകളും ഈ സമയത്ത് ഞങ്ങൾ നേരുന്നു. അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു.